ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA എന്നൊക്കെ ആൾക്കാർ പറയും, സിട്രിക് ആസിഡ് സൈക്കിൾ. അതാണ് ബേസിക്കലി ദ സെയിം തിങ്. ഗ്ലൈക്കോലിസിസ് വഴി ഉണ്ടാകുന്ന പൈറുവേറ്റ് എങ്ങനെയാണ് ഈ ഒരു ക്രെബ്സ് സൈക്കിൾ വന്നിട്ട് ബോഡിയിൽ എനർജി പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്യൂളർ ഗ്ലൈക്കോളിസിസ് വഴി പൈറുവേറ്റ് ആകുന്നുണ്ട്. അത് വേറൊരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ട് പൈറുവേറ്റ് മോളിക്യൂൾ ആയിട്ടാണ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് വഴി വരുന്നത്. സോ ഈ ക്രെബ്സ് സൈക്കിൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 തവണ നടക്കും. 2 പൈറുവേറ്റ് മോളിക്യൂൾസിന് നടക്കും. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് 2 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ പൈറുവേറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഈ പൈറുവേറ്റിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് അസെറ്റൈൽ കോഎൻസൈം ആവുന്നുണ്ട്, എന്നിട്ടാണ് ഇത് ക്രെബ്സ് സൈക്കിളിലോട്ട് വരുന്നത്. സോ അസെറ്റൈൽ കോഎൻസൈം എന്ന് പറഞ്ഞാൽ CH3COOSCOA, ഇതാണ് അസെറ്റൈൽ കോഎൻസൈമിന്റെ സ്ട്രക്ചർ. സോ ഈ പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് പോകുന്നുണ്ട്, അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് പോകുന്നത്. സോ ദിസ് ഇസ് എ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. പൈറുവേറ്റ് അസെറ്റൈൽ കോഎൻസൈം ആവുന്നത് ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഈ ഒരു പ്രോസസ്സിലേക്ക് HSCOA അതായത് കോഎൻസൈം വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ H+ന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു NAD+ NADH ആവുന്നുണ്ട്. NADH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിക്കോട്ടിനൈഡ് അഡിനൈഡ് ഡൈ ന്യൂക്ലിയോടൈഡ്. ആ ഒരു മോളിക്യൂൾ നമുക്ക് വേറെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി നമുക്ക് ATPയുടെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എനർജി പ്രൊഡക്ഷനിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് NADH. സോ നമുക്ക് പൈറുവേറ്റ് ടു അസെറ്റൈൽ കോഎൻസൈമിന്റെ കൺവേർഷനിൽ നമുക്ക് ഒരു NADH മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്. ഇനിയാണ് ക്രെബ്സ് സൈക്കിളിലോട്ട് ഈ ഒരു അസെറ്റൈൽ കോഎൻസൈമിന്റെ മോളിക്യൂൾ വരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. CH3COOSCOA, ഇത് അസെറ്റൈൽ കോഎൻസൈം. ഇതിനോടൊപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫോമായി വരുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്, നമ്മുടെ ഓക്സലോ അസറ്റേറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഓക്സലോ അസറ്റേറ്റ്. സോ ഇതിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, അതായത് ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. കാരണം 2 കാർബൺ മോളിക്യൂളുള്ള 2 കാർബൺ ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂളും 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂളും കൂടെ ചേർന്നിട്ട് നമുക്ക് 6 കാർബൺ ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവണം. സോ ദിസ് ഇസ് എ കണ്ടൻസേഷൻ റിയാക്ഷൻ. കണ്ടൻസേഷൻ ഇവിടെ ഞാൻ എഴുതുകയാണ് 4 കാർബൺ, ഇവിടെ എഴുതാണ് 2 കാർബൺ. ഇത് രണ്ടും കൂടി നമുക്ക് ഉണ്ടാവുന്നത് സിട്രിക് ആസിഡ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്, സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. double bond O, OH, CH2, COOH. ഞാനത് ഷോർട്ടാക്കി എഴുതണം. സോ ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ്, സിട്രേറ്റ് എന്നൊക്കെ ആൾക്കാർ പറയും. സോ ഇതിൽ നിന്നാണ് ഇനി പ്രോസസ്സുകൾ നടക്കാൻ പോകുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇനി ഇതിൽ ഒരു കോഎൻസൈം റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഒരു H2O വരുന്നുണ്ട്. ഈ സിട്രേറ്റ് ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുകയാണ് സിട്രേറ്റിലേക്ക്. അവിടെ നമുക്ക് H2O is going out. ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവുക, ഇവിടുന്ന് ഒരു OH മോളിക്യൂൾ പോകുന്നുണ്ട്, ഇവിടുന്ന് ഒരു H മോളിക്യൂളും പോകുന്നുണ്ട്. സോ CH, CH2, COOH, CH. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഇവിടുന്ന് ഒരു ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോവാണ്.
സോ ഇവിടെ കാർബണിൻ്റെ ബാലൻസ് നമുക്കറിയാം 4ആണ്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരാണ്. ആൻഡ് ദെൻ COOH, ഇതിനെ എക്കോണിറ്റേസ് എന്ന ആൾക്കാർ പറയും. ഇനി ഈ ഒരു മോളിക്യൂൾ വീണ്ടും ഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യാൻ പോവുക. ഹൈഡ്രേഷൻ. സോ നേരത്തെ എവിടെ നിന്നാണോ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് പോയത് അതിൻ്റെ തൊട്ട് താഴെയുള്ള കാർബണിൽ വന്നിട്ട് അത് ബോണ്ട് ചെയ്യാണ്. സോ ഐസോസിട്രേറ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. COOH CH2 ഇതാണ് ഒരു ഐസോസിട്രേറ്റ്. കാരണം ഇത് കമ്പയറബിൾ ആണ്. മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ അത് സിമിലർ ആണ്. ബട്ട് എവിടെയാണ് ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ്സ് വന്നിട്ടുള്ളത്? ഇവിടെ ഒരു മിഡിൽ വന്നിട്ടുള്ള കാർബണിലാണ് OH ഗ്രൂപ്പ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിന് തൊട്ട് താഴെയുള്ള കാർബണിലാണ്. സോ മോളിക്കുലർ ഫോർമുല നോക്കുകയാണെങ്കിൽ സിമിലർ ആയിരിക്കും. ബട്ട് ഇത് ഐസോമേഴ്സ് ആണ്. സ്പെഷ്യലി സ്ട്രക്ചറൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഐസോസിട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി നടക്കാൻ പോകുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഹൈഡ്രജൻ ആറ്റംസ് ഇതിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഒരു എൻസൈം ആവശ്യമാണ്. അതായത് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് ആ ഒരു എൻസൈം റിക്വയർഡ് ആണ്. എന്നിട്ട് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് നമുക്ക് CO2 ആയിട്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹൈഡ്രജൻ ആറ്റംസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം H+ അയോൺസിന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് NAD+ NADH ആവുന്നുണ്ട്. സോ ഇവിടെ ഒരു NADH മോളിക്യൂൾ നമുക്ക് ഉണ്ടാവാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഒരു എൻസൈം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, സിട്രേറ്റ് സിന്തറ്റേസ്. സിട്രേറ്റിന്റെ സിന്തസിസിന് ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. സോ ഇതിലൂടെ നമുക്ക് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന വേറൊരു മോളിക്യൂളാണ് ഉണ്ടാവുന്നത്. സോ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. CH2 CH C ഡബിൾ ബോണ്ട് O COOH. ഇതാണ് ഒരു ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. കീറ്റോ ഗ്ലൂട്ടറേറ്റ് CH2. ഓക്കെ, ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ വീണ്ടും ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കുകയാണ്. അതായത് ഹൈഡ്രജൻ ആറ്റംസ് ലോസ് ആവാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ നമുക്ക് ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐസോസിട്രേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയപ്പോൾ അവിടെ ഡീഹൈഡ്രേഷൻ നടന്നു. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് CO2 ആയിട്ട് പോകുന്നുണ്ട്. സോ ദ സെയിം തിങ് ഹാപ്പൻസ് ഓവർ ഹിയർ. ഓക്കെ, ഇതിനും ഒരു എൻസൈം ആവശ്യമാണ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ H+ അയോൺസ് വീണ്ടും അവൈലബിൾ ആണ്. കാരണം ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നത്. അപ്പോൾ വീണ്ടും NAD+ NADH ആവാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടാവുകയാണ്. സോ NADH മോളിക്യൂൾ ഇവിടെയും ഉണ്ടാവുന്നുണ്ട്. +2NADH. ഇവിടെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. CO2 ഈ ഒരു ഗ്രൂപ്പാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫോം ആകുമ്പോൾ COOH CH2 CH2 C ഡബിൾ ബോണ്ട് O SCOA. അപ്പോൾ ഇവിടെ
HSCOAയും ആവശ്യമാണ്. അത് എൻ്റർ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിൽ, അതായത് കോഎൻസൈം. അപ്പോൾ ഇവിടെ സുക്കിനൈൽ കോഎൻസൈം ആണ് ഫോം ആവുന്നത്. COA. ഓക്കെ, ഇനി ഈ സുക്കിനൈൽ കോഎൻസൈം സുക്കിനേറ്റ് ആവുന്നുണ്ട്. അതിന് വേറൊരു എൻസൈം ആവശ്യമാണ്, സുക്കിനൈൽ കോഎൻസൈം A സിന്തറ്റേസ്. സുക്കിനൈൽ COA സിന്തറ്റേസ്. സോ ഈ റിയാക്ഷൻസിൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത? കോഎൻസൈം A അത് റിലീസ് ആവുന്നുണ്ട്. ഇവിടെ ഈ ഒരു കൺവേർഷൻ, ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ATP മോളിക്യൂൾസിന്റെ ജനറേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇവിടെ GTP എന്ന് പറയുന്ന മോളിക്യൂൾ, ഗുവാനിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂള്, ഗുവാനിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂള് ഗുവാനിൻ ട്രൈഫോസ്ഫേറ്റ് ആവുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോസ്ഫേറ്റ് അയോൺ നമ്മുടെ ADPക്ക് കൊടുത്തിട്ട് അത് ATP ആവുന്നുണ്ട്. സോ ഇവിടെ ഒരു ATP മോളിക്യൂൾ നമുക്ക് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട് ഈ ഒരു സുക്കിനൈൽ കോഎൻസൈം A ടു സുക്കിനേറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ. ഇനിയാണ് അടുത്തത്, പതുക്കെ നമ്മൾ ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് സുക്കിനേറ്റ്. ഓക്കെ, ഇനി സുക്കിനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോളിക്യൂളിൽ നമുക്ക് ഫ്യൂമറേറ്റ് ആണ് അടുത്ത കൺവേർഷൻ വരാൻ പോകുന്നത്. സോ അതിന് നമുക്ക് ഫ്യൂമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമാണ്. ഫ്യൂമറേസ്. ഓക്കെ, സോ അതിൽ നിന്നുണ്ടാവുന്നത് COOH. ഇവിടുന്ന് ഒരു ഡീഹൈഡ്രോജനേഷൻ നടക്കുക, 2 ഹൈഡ്രജൻ ആറ്റംസ് പോവുകയാണ്. സോ അവിടെ ഡബിൾ ബോണ്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബണിന്റെ വാലൻസി 4 ആണ്. സോ അവിടെ വേറെ ഡബിൾ ബോണ്ട് കാർബൺ ടു കാർബൺ ഫോം ആവാണ്. സോ ഇതാണ് ഫ്യൂമറേറ്റ്. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രജൻ അയോൺസ് വീണ്ടും അവൈലബിൾ ആവാം. സോ ഇവിടെ വേറൊരു മോളിക്യൂൾ ഫോം ആവുന്നുണ്ട്, FAD2 FADH2. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ NADH എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ വേറൊരു മോളിക്യൂളാണ്. ഇതും നമുക്ക് ATP ജനറേഷനിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വഴി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുന്നതാണ്. നമുക്ക് ATP മോളിക്യൂൾസിന്റെ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോളിക്യൂളാണത്. സോ ഫ്യൂമറേറ്റ് ഫോം. ഇനി ഇതിൽ നിന്ന് നടക്കാൻ പോകുന്ന കൺവേർഷൻ എന്ന് പറഞ്ഞാൽ മാലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂളിലേക്ക് കൺവേർഷൻ നടക്കണം. സോ ആ മോളിക്യൂളും ഈ മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഹൈഡ്രേഷനാണ്. അതായത് ഒരു OH ഗ്രൂപ്പും ഒരു എക്സ്ട്രാ Hഉം വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഇതിനെ ഹൈഡ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനൊരു എൻസൈം ആവശ്യമാണ്, ഫ്യൂമറേസ് ഹൈഡ്രേറ്റേസ്. ഓക്കെ, സോ അതിലൂടെ ഉണ്ടാവുന്നത് COOH CH2 ഇതാണ് മാലേറ്റ്. ഓക്കെ, സോ ഇതിലേക്ക് ഒരു H2O മോളിക്യൂൾ ആവശ്യമാണ്. ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി ഇവിടെ ഒരു H വന്നിരുന്നു, ഇവിടെ ഒരു OH വന്നിരുന്നു. ഓക്കെ, നൗ ഇനി മാലേറ്റിന് നമുക്ക് ഓക്സിലോ അസിറ്റേറ്റിലേക്കുള്ള കൺവേർഷൻ ആണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഇതിൻ്റെ. നോക്കുകയാണെങ്കിൽ ഇവിടെ ഡീഹൈഡ്രോജനേഷൻ ആണ് നടക്കുന്നത്. സോ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് അവിടെ ആവശ്യം വരുന്നത്. സോ ഇവിടെ ഹൈഡ്രജൻ അയോൺസ് വീണ്ടും അവൈലബിൾ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒരു NADH ഇവിടെ പ്രൊഡ്യൂസ് ആവാണ്, NAD+.
സോ ഈ ഒരു എൻറ്റയർ സൈക്കിള് ക്രെബ്സ് സൈക്കിൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് എനർജി പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. അപ്പോൾ NADH എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കാം. സോ ഇതാണ് ഓക്സലോസിലേറ്റ്, ഞാൻ പേരുകൾ എഴുതിയിട്ടില്ല. എസെറ്റൈൽ COA, ഓക്സലോ എസെറ്റേറ്റ്. ഓക്കെ, സോ ഇവിടെ ഒരു NADH ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈക്കിൾ ഒരു NADH ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു എൻറ്റയർ ക്രെബ്സ് സൈക്കിൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സൈക്കിള് NADH ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒറ്റ സൈക്കിൾ നമുക്ക് FADH ഉണ്ടാവുന്നുണ്ട്, ഒരെണ്ണം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഒരു ATP മോളിക്യൂളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഒരു ക്രെബ്സ് സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മോളിക്യൂൾസ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് ഇതിൻ്റെ 2 തവണ കിട്ടും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലൂക്കോസ് 2 പൈറുവേറ്റ് ആവുന്നുണ്ട്. സോ ഈ സൈക്കിൾ ഓരോ പൈറുവേറ്റിനും ഈ 2 തവണ നടക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോസസ്സിനെ ലിങ്ക് ചെയ്യണ പൈറുവേറ്റ് ടു എസെറ്റൈൽ കോഎൻസൈം ആ ഒരു കൺവേർഷൻ നമുക്കൊരു NADH നടക്കുന്നുണ്ട്. സോ ഗ്ലൂക്കോസ് എന്ന് പറയുകയാണെങ്കിൽ അതിലും കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺവേർഷൻ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നോക്കാം. ഈ ഒരു പൈറുവേറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്രെബ്സ് സൈക്കിൾ എൻട്രി ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു NADH എക്സ്ട്രാ ഉണ്ടാകുന്നുണ്ട്, കൺവേർഷൻ. ഒരു NADH ഉണ്ടാകുന്നുണ്ട്. സോ ഇവിടെ നോട്ടിട്ട് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഇതാണ് ഉണ്ടാകുന്നത്, ഇത്ര മോളിക്യൂൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് ടോട്ടൽ എത്ര ATP മോളിക്യൂൾസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഈ ഒരു NADH FADH ഒക്കെ പിന്നീട് നമുക്ക് ATP മോളിക്യൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ്ലി നമുക്ക് ATP ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. സോ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് വന്നിട്ട് ക്രെബ്സ് സൈക്കിളിൽ എൻ്റർ ആവുന്ന ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ കൂടെ നമുക്ക് ടോട്ടൽ എത്ര ATP മോളിക്യൂൾസ് ജനറേറ്റ് ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. സോ ഫോർ ദാറ്റ് അടുത്ത വീഡിയോ ഞാൻ ഗ്ലൈക്കോളിസിസ്, ഇത്ര ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ഇവിടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രോസസ്സ് ഇതുപോലെ തന്നെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നോക്കാം.